മക്കളെ, എജുപോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. എൻ്റെ മക്കളൊക്കെ ക്രിസ്മസ് എക്സാമിൻ്റെ തിരക്കിലാണെന്ന് മിസ്സിന് അറിയാം. ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പം ആ തിരക്കിനൊരു ആശ്വാസമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് ബേസിക് സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും മിസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. ഇനി പിന്നെയും പഠിക്കാനുള്ള സമയമില്ല. മിസ്സിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്ത് മിസ്സിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിച്ചു പോകണം. ഓക്കെ? അപ്പം മിസ്സിൻ്റെ ബാക്കിൽ ആരാ നിൽക്കുന്നത്? ഈ പിക്ചർ ആരുടേതാ? ഈ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സൂര്യനാണ്. ഇത്തരത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ സൂര്യൻ ആരാണ്? ഒരു നക്ഷത്രമാണ്. കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആകാശഗോളങ്ങളാണ് ആര്? നക്ഷത്രങ്ങൾ. അപ്പൊ സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രഗോളമാണ്. നമ്മുടെ സൂര്യനെ കറങ്ങിക്കൊണ്ട് വേറെയും ഒരുപാട് ആകാശഗോളങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക? സൂര്യനെ വലം വെക്കുന്ന, അതായത് ഒരു നിശ്ചിത പരിധിയിൽ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളാണ് ആര്? ഗ്രഹങ്ങൾ അല്ലെ? നമ്മുടെ സോളാർ സിസ്റ്റത്തില് അഷ്ടഗ്രഹങ്ങളാണ് ഉള്ളത് അല്ലെ? അതായത് 8 ഗ്രഹങ്ങൾ. ആ 8 ഗ്രഹങ്ങളിൽ ഒരാളാണ് ആര്? നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം ആര്? നമ്മുടെ സ്വന്തം ഭൂമി. ഓക്കെ, നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ പരിക്രമണം ചെയ്യുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ ഭൂമി കറങ്ങുന്നതിനെയാണ് എന്ത് പറയാ? പരിക്രമണം എന്ന് പറയാ. അതേപോലെ തന്നെ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ഇങ്ങനെ തിരിയുന്നുണ്ട്. ഇത്തരത്തില് ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് എന്ത് പറയാ? എന്താ എൻ്റെ മക്കളെ പറയാ? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് എൻ്റെ മക്കളൊന്ന് കമന്റ് ചെയ്തേ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മക്കൾ കമന്റ് ചെയ്യണം ഉത്തരം, കേട്ടോ? ഓക്കെ, ഇത്തരത്തില് ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയാ. ഓക്കെ, ഇങ്ങനെ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഇപ്പൊ സൂര്യൻ ഇവിടെയാണെന്ന് കരുതാ. ഇപ്പൊ ഭൂമിയുടെ ഫ്രണ്ട് ഭാഗം ഇവിടെ. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗം മാറൂലേ? അപ്പൊ അവർക്ക് രാവിലെയും ഈ ഇവിടെയുള്ളവർക്ക് രാത്രിയും, അങ്ങനെ രാവും പകലും മാറി മാറി വരാൻ കാരണം എന്താണ്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. അതേപോലെ ഭൂമി സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണം ചെയ്യുന്നുണ്ട്. ഭൂമി സൂര്യനെ വലം വെക്കുന്നതുകൊണ്ട്, ഭൂമി ഇത്തരത്തില് സൂര്യനെ വലം വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാലാവസ്ഥകൾ എന്ത് ചെയ്യുന്നത്? മാറി മാറി വരുന്നത്. അതായത് ചൂടുകാലം, തണുപ്പ് കാലം, മഞ്ഞുകാലം, ഇങ്ങനെ 4 സീസൺസ് ഇല്ലേ നമുക്ക്? ഇങ്ങനെ സീസൺസ് മാറി മാറി വരാൻ കാരണം എന്താണ്? നമ്മുടെ ഭൂമി പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഭൂമി അല്ലാതെ വേറൊരാളെയും കൂടി ഉണ്ടല്ലോ. ഇതാരാണ്? നമ്മുടെ മൂൺ അല്ലേ? നമ്മുടെ അമ്പിളി മാമൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ? മിസ്സൊക്കെ പറയാറുണ്ട്, അമ്പിളി മാമൻ ഇതേ ആകാശത്തിൽ, അങ്ങനെ പറയാറില്ലേ? മിസ്സിന്റെ ചെറുപ്പത്തിലൊക്കെ പറയായിരുന്നു. നമ്മൾ അങ്ങനെ പറയാറില്ലേ? ഓക്കെ, അങ്ങനെ ആ അമ്പിളി മാമനാണ് ആര്? ഈ ചന്ദ്രൻ, മൂൺ. ആരാണ് ചന്ദ്രൻ? നമ്മുടെ ഭൂമിയെ വലം വെക്കുന്ന ഒരാളാണ് ചന്ദ്രൻ. ഇത്തരത്തില് ഗ്രഹങ്ങളെ വലം വെച്ചു കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഉപഗ്രഹങ്ങൾ എന്ന് പറയാ. എന്താ മക്കളെ പറയാ? ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയാ. ഇത്തരത്തില് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ആര്? ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് നമ്മുടെ ചന്ദ്രൻ. അതായത് ഈ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ആര്? നമ്മുടെ ചന്ദ്രൻ. നമ്മുടെ സോളാർ സിസ്റ്റം, എൻ്റെ പുറകിൽ കാണുന്നില്ലേ സോളാർ സിസ്റ്റം? മിസ് പറഞ്ഞില്ലേ അഷ്ടഗ്രഹങ്ങളാണ് ഉള്ളത് എന്ന്. ആരൊക്കെയാണ് ഈ അഷ്ടഗ്രഹങ്ങള്? ഒന്ന് പറഞ്ഞു നോക്കിയേ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അത്തരത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. അതായത് സൂര്യൻ്റെ അടുത്ത് നിന്ന് ദൂരോട്ട്, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അടുത്ത് നിന്ന് അകലത്തേക്ക്. അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് ഈ അഷ്ടഗ്രഹങ്ങൾ. എൻ്റെ മക്കൾ ഇതൊന്ന് ഓർഡറിൽ പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയാ ഉള്ളത്? The solar system consists of the sun, the planets around the sun,
സാറ്റലൈറ്റ്സ് ആൻഡ് മെനി അതർ സെലസ്ട്രിയൽ ബോഡീസ്. അങ്ങനെ നമ്മളെ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഇതെന്താണ്? നമ്മുടെ GPS. എന്താണ് ഈ GPS? എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ, ഈ GPS എങ്ങനെയെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ GPS ഏതെല്ലാം ആപ്പിലൂടെയാണ് നമുക്ക് GPS യൂസ് ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്തേ. പോസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, GPS ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് വഴി അറിയാൻ എന്താ പറയുക, ഒരാൾ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വഴി ഇങ്ങനെ ഓരോരോ ആളുകളോട് ചോദിച്ചാണ് പോവുക. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അപ്പുറത്തോട് ഇപ്പുറത്തുള്ളവരോടൊക്കെ ചോദിക്കണം. മക്കൾക്ക് ഇപ്പം അങ്ങനെ ചോദിക്കണോ? വേണ്ട. ഫോൺ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അവിടേക്കുള്ള വഴി വരും. എനിക്ക് മൂന്നാറിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ലുലു മോളിൽ പോകണം. ലുലു മോളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ വഴി വരും. നമുക്ക് നേരെ അവിടെ എത്താം. വഴി തെറ്റൂല, ഇല്ലേ? അപ്പോൾ ഈ ഒരു സംവിധാനമൊക്കെ ഒരുക്കുന്നത് ആരാണ്? ഈ GPS സിസ്റ്റമാണ്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു GPS സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഗൂഗിൾ മാപ്പിൽ വഴി മനസ്സിലാവുന്നതും നമുക്ക് മാപ്പൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നതൊക്കെ ഈ GPS സംവിധാനം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ, പ്രകൃതിദത്ത കൃത്രിമ ഉപഗ്രഹങ്ങളല്ലാതെ നമ്മൾ അയക്കുന്ന, നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി നമ്മൾ അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. നമ്മൾ അങ്ങനെ ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാ? എൻ്റെ മക്കൾക്കറിയോ? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഇത്, ആര്യഭട്ട. അങ്ങനെ ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്? ഗതി നിർണയം, ആശയവിനിമയം, വിദൂര സംവേദനം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഓക്കെ, അങ്ങനെ ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അയച്ചിട്ടുണ്ട്. എഡ്യൂസാറ്റ്. ഈ എഡ്യൂസാറ്റ് എന്തിനാണ് നമ്മൾ അയച്ചിട്ടുള്ളത്? എഡ്യൂസാറ്റ് എന്തിനാ മക്കളെ? എഡ്യൂസാറ്റ് നമുക്ക് വേണ്ടിയാണ്. അതായത് എഡ്യൂസാറ്റ് എന്തിനാണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടി. അതേപോലെ ഇൻസാറ്റ് എന്തിനാ? വാർത്താവിനിമയം. അതേപോലെ IRNSS ഗതി നിർണയം. കാർട്ടോസാറ്റ് എന്തിനാ? ഭൗമ നിരീക്ഷണം. അതേപോലെ ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. GSAT-7, എമിസാറ്റ് ഇത് പ്രതിരോധം. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപഗ്രഹ വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്കത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? വിവരങ്ങളൊക്കെ ലഭ്യമാകും. ഓക്കെ, അപ്പം എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടി മിസ്സുമാരൊക്കെ എഡ്യൂപോർട്ടിൻ്റെ പ്ലാറ്റ്ഫോമിൽ റെഡി ആയിട്ട് നിൽപ്പുണ്ട് മക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ മക്കളെല്ലാവരും വീഡിയോസ് കാണണം, എന്നിട്ട് റിവൈസ് ചെയ്യണം, കൃത്യമായിട്ട് എക്സാം എഴുതി ഫുൾ മാർക്ക് വാങ്ങണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.